മരം മുറിക്കാനായി ജോസഫേട്ടനും അശോകേട്ടനും പിന്നെ വേറെ 5 പേരും കൂടെ 2 ദിവസം മുന്നേ കൂപ്പിലേക്ക് പോയി. കൊച്ചിന് പനിയായതിനാൽ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ എന്ന് അവരോട് പറഞ്ഞിരുന്നു. പുതിയ സൈറ്റാണ്, കുറേ ദൂരമുണ്ട് നാട്ടിൽ നിന്നും. പോരാത്തതിന് കാടിനുള്ളിലൂടെ വേണം കുറച്ച് യാത്ര ചെയ്യാൻ. ഞാനന്ന് ഉച്ചയോടെ പുറപ്പെട്ടു. കുറച്ച് ദൂരം ചെന്നതും ചെറിയ രീതിയിൽ ചാറ്റൽ മഴ തുടങ്ങി. ഞാൻ വേഗം റെയിൻകോട്ട് എടുത്തിട്ടു. വീണ്ടും യാത്ര ആരംഭിച്ചു. ഒരു 4:30 മണിയോടെ ഞാൻ ചെക്ക് പോസ്റ്റിലെത്തി. ഇനി ഒരു 5-6 കിലോമീറ്റർ കാടിനുള്ളിലൂടെ പോകണം. കൂപ്പിലേക്ക് മരം മുറിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ എന്നെ കടത്തിവിട്ടു. മഴയായതുകൊണ്ട് വഴിയെല്ലാം തന്നെ വളരെ മോശമാണ്. ഇപ്പോൾ മഴയില്ല, എങ്കിലും മണ്ണ് വഴിയല്ലേ, സൂക്ഷിച്ചു വേണം പോകാൻ. ചിലപ്പോൾ വഴിയിൽ ആനയെ കാണാൻ സാധ്യതയുണ്ട് എന്ന് പേടിക്കണ്ട, ഹോണൊന്നും മടിക്കണ്ട. ചെക്ക് പോസ്റ്റിലുള്ള ഫോറസ്റ്റുകാർ എന്നോട് പറഞ്ഞു. അവിടെ വാച്ചർമാരുണ്ടാകും, പോകുന്ന വഴി അവരെ കാണാമെന്നും അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വഴിയെ പതിയെ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ എവിടെ നിന്നോ ഒരു ഞെരുക്കവും കരച്ചിലും കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വണ്ടി ഒന്ന് നിർത്തി ശ്രദ്ധിച്ചു. എന്നാൽ ഇനി എനിക്ക് തോന്നിയതാണോ? ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ടെടുത്തു. അപ്പോൾ വീണ്ടും ആ ശബ്ദം. ഞാൻ വണ്ടി നിർത്തി, ഹെൽമെറ്റ് ഊരി ചുറ്റിലും ശ്രദ്ധിച്ചു. ഇടതുവശത്തേക്ക് ഒരു ചെറിയ ഇടവഴി പോലെയൊന്ന് കാണാം. അവിടെ നിന്ന് ഈ ശബ്ദം വരുന്നത്. എനിക്കത് മനസ്സിലായി. ഞാൻ താഴേക്കൊന്ന് പോയി നോക്കണോ എന്ന് കരുതി ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അപ്പോഴും ആ ഞെരുക്കം എനിക്ക് കേൾക്കാം. പിന്നെ ഒരു പ്രത്യേക തരം ഒരു ശബ്ദം, ഒരു മുരളുന്ന കൂട്ടുകരച്ചിലോ മറ്റോ അങ്ങനെ ഒരു ശബ്ദമാണ് പിന്നെ കേൾക്കാൻ തുടങ്ങിയത്. എനിക്ക് ചെറിയ ഭയം തോന്നി. ഞാൻ സമയം നോക്കി. 5 മണിയായിട്ടുണ്ട്. കാടാണ്, നല്ല മഴയ്ക്കും സാധ്യതയുണ്ട്. കാട്ടിൽ പെട്ടെന്ന് ഇരുട്ട് വീഴും, പിന്നെ ആനയും മറ്റും. ഞാൻ വേഗം തന്നെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ ശബ്ദം കൂടി വന്നു. അത് കേട്ട് എനിക്ക് വല്ലാത്ത ഭയമാണ് ഉണ്ടായത്. ഞാൻ വേഗം തന്നെ അവിടെ നിന്നും പോന്നു. വരുന്ന വഴി ഇടവഴിയിൽ വെച്ച് ഞാൻ ആ വാച്ചർമാരെ കണ്ടു. അവരോട് ഞാൻ ഇതേപ്പറ്റി പറഞ്ഞു. എന്നാൽ അവർ അത് ചിലപ്പോൾ വല്ല പന്നിയോ മറ്റോ ആവും, കാര്യമാക്കണ്ട എന്ന് അവരങ്ങനെ പറഞ്ഞ് അവർ പോയി. എന്നാൽ എനിക്ക് ആ ശബ്ദം പന്നിയുടെ ഒന്നുമല്ല എന്ന് ഉറപ്പാണ്. എന്നാൽ ഞാനത് അവരോട് കൂടുതലായി പറയാനൊന്നും പോയില്ല. ഒരു 5:30 മണിയോടെ ഞാൻ കൂപ്പിൽ ഷെഡിലെത്തി. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കെ ആ സമയം ഞാൻ വരുന്ന വഴിയിലുണ്ടായ ആ ശബ്ദത്തെപ്പറ്റി അവരോട് പറഞ്ഞു. എന്നാൽ അവരും ഈ വാച്ചർമാർ പറഞ്ഞ പോലെ തന്നെ അതൊരു ഒഴുക്കം മട്ടിൽ കണ്ടു. ഞാൻ എന്നാൽ വിട്ടില്ല. ഞാൻ ശരിക്ക് കേട്ടതാണ്, അത് വേറെ എന്ത് ആണെന്നും അവരോട് പറഞ്ഞു. എന്നാൽ അവരെന്നെ നിന്ന് കളിയാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മിണ്ടാൻ പോയില്ല. അന്നേരം അവിടെ മറ്റൊരാളുണ്ടായിരുന്നു. ആ നാട്ടിൽ തന്നെയുള്ള കുറച്ച് പ്രായം ചെന്ന ഒരു മനുഷ്യൻ. മാധവൻ എന്നാണ് പുള്ളിയുടെ പേര്. ഞങ്ങളെപ്പോലൊരു മരപ്പണിക്കാരനാണ് പുള്ളിയും. പുള്ളി അപ്പുറം മാറിയിരിക്കുകയായിരുന്നു. പുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ചോല വഴിക്ക് അടുത്ത് വെച്ചാണോ ഈ ശബ്ദം കേട്ടത് എന്ന്. അന്നേരം എല്ലാവരും പുള്ളിയെ ശ്രദ്ധിച്ചു. എനിക്കറിയില്ല ആ കാട്ടിലെ വഴിയും സ്ഥലവും. ഞാൻ പറഞ്ഞു, ചോല വഴിയാണോ അറിയില്ല, അവിടെ താഴേക്കൊരു ഇടവഴി ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ് ഞാൻ ഈ ശബ്ദം കേട്ടതെന്ന് പുള്ളിയോട് പറഞ്ഞു. അന്നേരം പുള്ളി ഒരു ബീഡിയൊക്കെ കത്തിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും നീ ആ വഴി അപ്പോൾ പോകാഞ്ഞത് നന്നായി, അവിടെ കുറച്ച് പ്രശ്നമുള്ള സ്ഥലമാണെന്ന്. അത് കേട്ട് എല്ലാവരും അതെന്താ എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറയാൻ തുടങ്ങി. പണ്ടൊരിക്കൽ പുള്ളിയും കുറച്ചു പേരും ചേർന്ന് കാട്ടിൽ വെച്ച് ചാരായം വാറ്റാൻ വേണ്ടി പോയപ്പോൾ അന്ന് ആ ചോലയുടെ അടുത്തായിരുന്നു അവർ വാറ്റിയിരുന്നത്. അന്ന് 2 പേരെ വെള്ളം എടുക്കാനായി പറഞ്ഞു വിട്ടു. ഇവർ ഇരിക്കുന്നത് ഒരു കുറ്റിക്കാടിൻ്റെ മറവിലാണ്. ഇവർ 3 പേരുണ്ട്. അതിലൊരാൾ പെട്ടെന്ന് അലറിക്കൊണ്ട് ചാടി എണീറ്റ് ഓടി. ഇവൻ ഇതെന്താ കാണിക്കണേ എന്ന് ഇവർക്ക് മനസ്സിലായില്ല. ഇനി വല്ല പോലീസുകാരും മറ്റോ വരുന്നുണ്ടോ എന്നോർത്ത് ഇവർ ചുറ്റിലേക്ക് നോക്കിയിട്ട് എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ ഓടിച്ചെന്നു. അയാൾ അവിടെ ബോധം കെട്ട് ആ വഴിയിൽ വീണു. ഇവർ അയാളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ആ സമയം പെട്ടെന്ന് വെള്ളം എടുക്കാൻ പോയവർ ഇതൊന്നും അറിയാതെ അവിടേക്ക് വരികയാണ്. അന്നേരം അവർ വരുന്ന വഴി ഒരു രൂപം, നല്ല ഉയരത്തിലുള്ള കറുത്ത നിഴൽ പോലെ. അവർക്കതിനെ ആ തീയുടെ വെട്ടത്തിൽ തെളിഞ്ഞു കാണാം. ആ രൂപം ഇവർക്ക് നേരെ അലറിക്കൊണ്ട് ഓടി വന്നു. ഇരുവരും അത് കണ്ട് ആ നിറകുടം അവിടെ ഇട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴും ആ രൂപം ഇവർക്ക് പിന്നാലെ വരുന്നുണ്ട്. അതിൽ ഒരാൾ
കയ്യിലുണ്ടായിരുന്ന ആ പന്തം വെച്ച് അതിന് നേരെ എറിഞ്ഞു. അന്നേരം അത് ചീറിക്കൊണ്ട് അടുത്ത കുറ്റിക്കാട്ടിലേക്ക് മറഞ്ഞു. ഇവർ വേഗം തന്നെ മാധവന്റെ കൂട്ടരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അന്നേരം ഇവർ കാണുന്നത് മാധവനും മറ്റേയാളും കൂടെ ഒരുത്തിനെ പൊക്കിക്കൊണ്ട് വരുന്നതാണ്. ഇവരിങ്ങനെ ഓടി വന്നത് കണ്ട് എന്തു പറ്റി എന്ന് ചോദിച്ചു. അതൊക്കെ പറയാം, ഇവൻ എന്താ പറ്റിയെന്ന് ഈ ഓടി വന്നവർ ചോദിച്ചു. അതറിയില്ല, ഇവൻ അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. എന്താ അറിയില്ല, ഇപ്പോൾ ഇവന് ബോധവുമില്ല. നിങ്ങളെന്താ ഓടി കുതിച്ച് വന്നത്? പോലീസും മറ്റു വരുന്നുണ്ടോ എന്ന് മാധവൻ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ജന്തുവിനെ കണ്ടു. അത് ഞങ്ങളുടെ പിറകെ വന്ന് അത് കണ്ടതും ഞങ്ങൾ കുടം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടിപ്പോകുന്നതാണെന്ന് അവർ പറഞ്ഞു. അത് വല്ല കരടിയോ മറ്റോ ആയിരിക്കും. നിങ്ങൾക്ക് വെറുതെ ഓരോന്ന് കുടിച്ചിട്ട് വെളിവില്ലാതെ തോന്നുന്നതാണെന്ന് മാധവൻ പറഞ്ഞു. എന്നിട്ടവർ ആ ബോധം പോയവനെ പൊക്കിക്കൊണ്ട് വാട്ടുന്നിടത്തേക്ക് വന്നു. അന്നേരം അവിടെ കണ്ട കാഴ്ച അവരുടെ സാധനങ്ങളെല്ലാം അവിടെ തട്ടിക്കളഞ്ഞ രീതിയിലായിരുന്നു. അവിടെ കുറച്ച് വെള്ളം ഒരുപണ്ട് അതെടുത്ത് അവർ ആ ബോധം പോയവൻ്റെ മുഖത്തേക്ക് തെളിച്ചു. അല്പം കഴിഞ്ഞതും അയാൾക്ക് ബോധം വീണു. നീ എന്തിനാ ഓടിയതെന്ന് ഇവർ ചോദിച്ചു. അന്നേരം അയാൾ പറഞ്ഞു, ആ കുറ്റിക്കാട്ടിൽ ഒരു ചുവന്ന കണ്ണും മേലാകെ രോമം നിറഞ്ഞ ഒരു ജന്തുവിനെ കണ്ടു. ഞാൻ അതാ ഓടിയതെന്ന്. അത് കേട്ട് നേരത്തെ കണ്ടവരും പറഞ്ഞു, ഇതിനെ തന്നെയായിരിക്കും ഞങ്ങളും കണ്ടത്. ആ സാധനമാവാം ഇതൊക്കെ നശിപ്പിച്ചതെന്നു. മാധവൻ വേഗം കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തു. വാ എന്ന് പറഞ്ഞു. അവർ അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല ഭയമായി. കരടിയായിരിക്കുമെന്നാണ് മാധവൻ കരുതിയത്. അങ്ങനെ അവർ ചോല മുറിഞ്ഞു കടന്നു. അന്നേരം ഒരു വലിയ അലർച്ച ആ കുന്നിൻ മുകളിൽ നിന്നും കേൾക്കാം. ഏവർക്കും ഭയമായി. അവർ വേഗത്തിൽ നടക്കുകയാണ്. അന്നേരം ഇവരുടെ പുറകിൽ നിന്നും ഒരു രൂപം ഉയർന്നു ചാടി മുന്നിലുണ്ടായിരുന്ന ആ വീട്ടിമരത്തിൻ്റെ മേലെ കയറി പോകുന്നത് ഇവർ ശരിക്കും കണ്ടു. അതൊരു കരടിയല്ല എന്ന് മാധവന് ബോധ്യമായി. അവർ അവിടെ നിന്നും ഏതൊക്കെ വഴിയിലൂടെ ഓടി ആ കാടിൻ്റെ വെളിയിലെത്തി. ഇക്കാര്യം മാധവൻ പറഞ്ഞപ്പോൾ അവിടെ ചിലർക്ക് അത് അംഗീകരിക്കാനും വിശ്വസിക്കാനും പ്രയാസം തോന്നി. എന്നാൽ മാധവൻ ഒന്നുകൂടെ പറഞ്ഞു, ഇത് തനിക്ക് മാത്രമുള്ള അനുഭവമല്ല, ഇവിടെ അടുത്തുള്ള നായാട്ടുകാർക്കും ചില നാട്ടുകാർക്കും സംഭവിച്ചിട്ടുണ്ടെന്നും. എന്തായാലും നീ ഒറ്റയ്ക്ക് നീ അതിനെ നേരിൽ കാണാഞ്ഞത് നന്നായി. കണ്ടിരുന്നെങ്കിൽ നിന്റെ ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേനെ എന്ന്. എന്തായാലും എനിക്ക് അയാൾ പറഞ്ഞത് അവിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ആ രൂപം കണ്ടില്ലെങ്കിലും ആ ചെകുത്താൻ്റെ ശബ്ദം ഇന്നും എൻ്റെ ചെവിയിൽ അലയടിക്കുന്ന ശബ്ദമാണ് എന്നാണ് ജോയ് എന്ന ആൾ പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജോയ് എന്നൊരു വ്യക്തിക്ക് കൊടുങ്കാട്ടിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണിത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്തൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.